വർഷമായി നമ്മൾ ലൈവായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം ഇട്ട് തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത്, എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളൊരു ചെറിയ രീതിയിൽ ഷെയർസിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ SIP എങ്ങനെയെങ്കിലും നിങ്ങളൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. കാരണം ഇപ്പോൾ നമുക്കൊരു സാധാരണ ജോബ് ചെയ്യുന്ന ആളാണെങ്കിലും ഇനി ചെറിയൊരു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും ഭാവിയിലേക്ക് ഒരു ഫണ്ട് എന്തായാലും വേണം. റിട്ടയർമെന്റ് ഫണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗോൾഡിനുള്ള ഒരു ഫണ്ടോ, അങ്ങനെ ഒരുപാട് നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടായാലും നമ്മൾ ഒരു ഫണ്ട് എന്തായാലും കണക്കാക്കണം. അപ്പോൾ അതിന് എന്തായാലും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് വളരെ നല്ലതാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും, നമുക്ക് ഇങ്ങനെ SIP തുടങ്ങിയിട്ട് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, വീട് പണിയാം, കാർ മേടിക്കാം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ SIP ചെയ്യാണ് നിങ്ങൾക്കൊരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിക്ക് പോകുന്ന ഒരു സാധാരണക്കാരൻ, ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് ഒരു SIP ചെയ്യുക എന്നാണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലി അല്ലെങ്കിൽ ബൈ മന്ത്ലി, ബൈ ക്വാർട്ടർലി അല്ലെങ്കിൽ ബൈ വീക്ക്ലി, ചിലർ ഡെയിലി ചെയ്യുന്നത് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട്, ചെറിയൊരു എമൗണ്ട്, ഒരു EMI പോലെ പോകുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇൻകത്തിൽ നമ്മൾ കണക്കാക്കാത്ത ഒരു എമൗണ്ട് ആയിരിക്കണം. അത്രയും നമ്മൾ എഫക്ട് ചെയ്യാനായിട്ട് പാടില്ല എമൗണ്ട്. അല്ലാതെ ഒരു 30,000 രൂപ ജോലി കിട്ടുന്ന ആൾ 20,000 രൂപ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോയാലും നിങ്ങളത് എഫക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു ഫണ്ടാണ് നമ്മൾ എപ്പോഴും അതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അതിനെപ്പറ്റി വീഡിയോ ഇടുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, അതുപോലെ ഏതൊക്കെ ഫണ്ടിലാണ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ആപ്പിലാണ് ചെയ്യുക, നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമുണ്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ഇതിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൗഡ് അക്കൗണ്ട് ഈ ഒരു വീഡിയോ എല്ലാവരും കാണാം. ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാണ്ട് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളവരുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറോദയിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്താൽ, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് സെറോദയുടെ കോയിൻ എന്ന് പറയുന്ന ഒരു ആപ്പിൽ SIP സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ സെറോദയുടെ അത് ചെയ്യാറ്, SIP ത്രൂ കൂടുതൽ. അതുപോലെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയാലും എനിക്ക് ഇത്രയും കൂടി ബെറ്റർ ചാർജ് കുറവ് തോന്നിയിട്ടുള്ളത് സെറോദയാണ്. അപ്പോൾ സെറോദയാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ സെറോദയിൽ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോയിൻ എന്ന് പറയുന്ന ഈ ഒരു സെറോദയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കയറാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒരു ഐ ബട്ടണിൽ ഇടാനായിട്ട് ഇപ്പോൾ ഇടാം. അപ്പോൾ അതിൽ എങ്ങനെ എടുക്കാന്നുള്ളതും ആ ഒരു കാര്യങ്ങളൊക്കെ ഫുൾ പ്രോസസ്സ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഡിമാറ്റ് അക്കൗണ്ട് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു കോയിൻ ആപ്പ് എടുത്ത് നിങ്ങൾക്ക് അടുത്തത് അറിയേണ്ടത് ഏതൊക്കെ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഏതൊക്കെ ഫണ്ടിൽ, അതായത് 30% മേലെ നമുക്ക് ഒരു വർഷം റിട്ടേൺ കിട്ടുന്ന SIP ഫണ്ടുകൾ ഏതൊക്കെയാണ്, മ്യൂച്വൽ ഫണ്ട്, അതായത് ഇക്വിറ്റി ഫണ്ട്, ഡെപ്റ്റ് ഫണ്ട്, മിഡ് ക്യാപ്പ്, അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇനി അത് കിട്ടാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മളിടാം, അല്ലെങ്കിൽ DM ചെയ്താൽ മതി. അപ്പോൾ ആ ഡീറ്റെയിൽസ് അയക്കാം. അപ്പോൾ എങ്ങനെ കോയിൻ ആപ്പിൽ കയറിയിട്ട് നമ്മളൊരു SIP പർച്ചേസ് ചെയ്യും, അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഞാൻ പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് അവേഴ്സ് അല്ലാത്ത കാരണം പർച്ചേസ് ചെയ്യുന്നില്ല, പക്ഷെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണിക്കും. അതായത് എങ്ങനെ നമ്മൾ കോയിൻ ആപ്പ് ഇതിൽ ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം എങ്ങനെ ആ ഒരു ഫണ്ട് സെലക്ട് ചെയ്തു, അതിനുശേഷം SIP സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം എത്ര എമൗണ്ട്, എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, അതായത് ബൈ മന്ത്ലി ആണോ വീക്ക്ലിയും, അങ്ങനെ ആ ഒരു ഡ്യൂറേഷൻ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് അപ്പ് SIP എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഈ ഒരു വർഷം 5,000 അല്ലെങ്കിൽ 500 വെച്ചിട്ടാണ്, 500 ചെറിയ എമൗണ്ട് പറയാം, ഒരു 500 വെച്ചിട്ടാണ് ഞാൻ മന്ത്ലി കൊടുക്കുന്ന ഒരു SIP പോകുന്നതെങ്കിൽ നെക്സ്റ്റ് വർഷം തൊട്ട് അതൊരു 10% ഇൻക്രിമെന്റ് അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യത്തെ വർഷം 500 ആണെങ്കിൽ നെക്സ്റ്റ് വർഷം 550, അതായത് 550, അങ്ങനെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ ഒരു നോർമൽ SIP ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആൻഡ് ഒരു പെട്ടെന്നുള്ള ഗ്രോത്ത് നമ്മുടെ ഫണ്ടിലുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ കൊല്ലം നമുക്ക് വരുന്ന ഇൻക്രിമെൻറ്റും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും നമുക്കൊരു ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ട് കയറാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ലംസമായിട്ട് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും SIP ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന വലിയ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇതിനെ എഫക്റ്റ് ചെയ്യില്ല പെട്ടെന്ന്, പക്ഷേ ഗ്രാജുവലി ആണ് ഗ്രോത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു കാലയളവിലേക്ക് നിങ്ങൾ ഇട്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു കോടിപതിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫണ്ട് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് നമ്മൾ SIP എടുക്കുന്ന പർച്ചേസ്. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വേറൊരു തേർഡ് പാർട്ടി മീൻസ് ആപ്പ് നമുക്ക് വേണം, അല്ലാതെ വേറൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ
ഇത് സ്വയം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ആരും ഇതുവരെ ആരും സ്റ്റാർട്ട് ചെയ്യാത്ത ആളാണ് നിങ്ങളെങ്കിൽ എന്തായാലും ഒരു ചെറിയ എമൗണ്ട് വെച്ചെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഒരു 100 രൂപ വെച്ച് പോലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും വേഗം തന്നെ നല്ലൊരു ഫണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നല്ല ഫണ്ട് പറഞ്ഞുതരാം. അപ്പോൾ അത് വെച്ചിട്ട് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നല്ലൊരു ഫണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഗോള് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ഗോള് സെറ്റ് ചെയ്ത് ആ ഒരു ഫണ്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ബൈ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.